ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകും വിധത്തിൽ നല്ലൊരു ഇലയുടെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. ഈ ഒരു ഇലയുടെ നമ്മൾ പരത്തിയെടുക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. പാട പോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കാരണന്മാർക്കും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും വിധത്തിലാണ് ഈ ഒരു ഇലയുടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. മലയാളികളുടെ ഇഷ്ടവിഭവമായ ഈ ഒരു ഇലയട ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോ അരിപ്പൊടി ഇല്ലേലും നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ഗോതമ്പ് മാവ് വെച്ചിട്ട് ഇതുപോലൊരു പഞ്ഞിയടയെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ആവിയിൽ വെന്തെടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാനും പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മധുരം കുറച്ച് ഇതുപോലൊരു ഇലയുടെ തയ്യാറാക്കി കൊടുക്കണേ. അവർക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടിയെ ഇതുപോലെ തന്നെ നൈസായി പരത്തി ഇതിന്റെ ഉള്ളില് ഫില്ലിങ്ങിനായിട്ട് കുറച്ച് ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ വേണേ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തപ്പെടുന്നത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു ഇലയുടെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഗോതമ്പിലയുടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗോതമ്പ് പൊടിയെ ബൗളിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ നല്ലൊരു മയം കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്നും 1/2 കപ്പാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇതിനെ വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കുന്നത്. നമുക്ക് ഈ പൊടിയെ കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് 1.25 കപ്പ് അളവാണ് വെള്ളം ആവശ്യമായി വന്നിട്ടുള്ളത്. ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയും കൂടെ എടുക്കണം. ചപ്പാത്തിയെ കുഴക്കുന്ന രീതിയിൽ നമുക്ക് ഈ മാവിനെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് ബോളായിട്ട് ഉരുട്ടി നോക്കിയാൽ ഉരുണ്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു പൊടിയുടെ പാകം. ഇപ്പോൾ നമ്മുടെ മാവിനെ ഇതേ രീതിയിലേക്കൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിന്റെ ഫില്ലിങ് കൂടെ റെഡിയാക്കാം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുകി പാകായി വരണം. ഞാൻ ഈ ശർക്കരയെ മുഴുവനായിട്ട് തന്നെ വെള്ളത്തിലേക്ക് വെച്ചു കൊടുത്തത് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കൊച്ചു കൊച്ചു പീസായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷമായിരിക്കണം ഉരുക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ശർക്കര നല്ലതുപോലെ ഉരുകി പാകായി വന്നു. ഈ ഒരു സമയത്ത് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ ഒരു ശർക്കര പാനിയെ നമുക്കൊന്ന് അരിച്ചുകൂടി എടുക്കണം. അരിച്ചുകൂടി എടുക്കുമ്പോഴാണ് ശർക്കരയിലുള്ള കല്ലും മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി വീണ്ടും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു വലിയ മുറി നാളികേരമാണ് തിരുമ്മിയെടുത്തിട്ടുള്ളത്. തിരുമ്മിയെടുത്ത തേങ്ങയെ ശർക്കരപ്പാനിയിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ശർക്കരപ്പാനിയിലെയും തേങ്ങയിലെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ ഇതിനെ ഒന്ന് വിളയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കരയുടെ കുത്തലൊക്കെ ഒഴിവാക്കാനായിട്ട് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് 1/2 സ്പൂണോളം ഏലക്കപ്പൊടിയും 1/2 സ്പൂൺ തന്നെ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകമാണേ. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരപ്പാനിയിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടയെ പരത്തിയെടുക്കാം. ഇതിനായിട്ട് നമ്മുടെ പൊടിയെ ഒന്ന് തുറന്ന് നോക്കുവാണ്. ഈ ഒരു സമയത്തും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ഇലയുടെ പരത്തിയെടുക്കുന്നത് ഈ ഒരു സൂത്രം ഉപയോഗിച്ചാണ്. ഇതുപോലെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് കേട്ടോ നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നത്.
അതും വളരെ പേപ്പർ പോലെയാണ് കേട്ടോ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കുന്നത്. അധികം പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇലയുടെ പരത്തിയെടുക്കാൻ സാധിക്കും. നമുക്കിതിന്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് കൂടെ വെച്ചു കൊടുക്കാം. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കൈകൊണ്ട് വരുത്തിയെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ. ഈ ഒരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഇലയുടെ പരത്തിയെടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇലയുടെ പരത്തിയൊക്കെ എടുക്കാനായിട്ട് വളരെ മടിയുള്ള ആൾക്കാർക്ക് ഈ ഒരു സൂത്രം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാനിവിടെ എല്ലാ ഇലയുടെയും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും ഒരു ആവി പാത്രത്തിലേക്കാണ് നമുക്കിതിനെ വെച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ആവി വരുന്ന അപ്പച്ചെമ്പിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ആദ്യ ലെയർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വാഴത്തടയെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇലയുടെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ ഇലയുടെയും ഞാൻ ആവിപാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 20 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഇലയുടെ എല്ലാം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവിപാത്രത്തിനെ താഴേക്കൊന്ന് ഇറക്കി വെക്കാം. ഞാനിവിടെ എല്ലാ ഇലയുടെയും ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കൊന്ന് മാറ്റുവാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തുറന്നുകൂടെ നോക്കാം. ഞാൻ ഈ ഇലയുടെയെ ഒന്ന് തുറന്നുകൂടെ നോക്കുവാണ്. നമ്മുടെ ഇലയട നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. അതും പാട പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന രീതിയിലാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഗോതമ്പ് പൊടിയെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല തരിതരിപ്പില്ലാത്ത പൊടി വേണം എടുക്കാനായിട്ട്. അതും വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിൽ അതിനെ തരിച്ച് മാറ്റിയതിന് ശേഷമായിരിക്കണം ഇതുപോലെ ഇലയുടെ തയ്യാറാക്കി എടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇലയുടെ വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടുന്നത്. ഇപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടും എത്ര സോഫ്റ്റ് ആയിട്ടുമാണ് നമ്മൾ ഈ ഇലയുടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ഈ ഒരു ഗോതമ്പ് മാവ് വെച്ചിട്ട് എല്ലാവരും ഈ ഒരു ഇലയുടെ തയ്യാറാക്കി നോക്കണേ. വളരെ ടേസ്റ്റാണ്, ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. പഞ്ഞി പോലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ അമ്മമ്മമാർക്ക് വരെ ഇത് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.